നിറമായി വിടരും നിഴൽ പോലെ വരും നിലാവു പോലൊരു മനസ്സ്. നിറമായി വിടരും നിഴൽ പോലെ വരും നിലാവു പോലൊരു മനസ്സ്. പറയാതറിയും പകൽ പോലുരുകും മൃദുശ്രുതി പോലൊരു തപസ്. നിലാമനസേ നിലാമനസേ നീയും തീയും ഒരുപോലെ നിറമായി വിടരും നിഴൽ പോലെ വരും നിലാവു പോലൊരു മനസ്സ്. മിഴി നിറയുമ്പോൾ തഴുകാനറിയാതകലെ പോകും മേഘങ്ങളെ. മിഴി നിറയുമ്പോൾ തഴുകാനറിയാതകലെ പോകും മേഘങ്ങളെ. പകൽ പോലലിയുകയാണൊരു ഹൃദയം വരുമോ വീണ്ടും ഒരുദയം. മിഴിത്തിരി താഴ്ത്തും ജനിരഥമുരുളും വിജനത വീണടിയും. നിറമായി വിടരും നിഴൽ പോലെ വരും നിലാവു പോലൊരു മനസ്സ്. പറയാതറിയും പകൽ പോലുരുകും മൃദുശ്രുതി പോലൊരു തപസ്. നിലാമനസേ നിലാമനസേ നീയും തീയും ഒരുപോലെ. കർത്താവായ യേശുവിൻ്റെ പിറവിയോടെ ബേത്ലഹേമിലെ ഗുഹ താൽക്കാലികമായി സ്വർഗമായി മാറി. നമ്മുടെ ഹൃദയം ദരിദ്രമാകാം, കുടുംബം കഷ്ടതയുടെ ഗുഹയാകാം. എങ്കിലും യേശുവിൻ്റെ വരവോടെ അവിടം സ്വർഗമായി മാറും. പരിമിതമായ നമ്മുടെ ബുദ്ധിയിലേക്കും ഹൃദയത്തിലേക്കും നാം ദൈവത്തെ ക്ഷണിച്ചു വരുത്തുക. അങ്ങനെ നമ്മുടെ ജീവിതം സമ്പന്നമാവട്ടെ. എല്ലാം ദൈവത്തോട് പറയൂ റോസമ്മേ. അച്ഛൻ അറിയാമല്ലോ, ആ വയ്യാത്ത കുട്ടി ഒരുത്തം കിടന്ന് രാപ്പകല് കഷ്ടപ്പെടുക. അവനെ ഒന്ന് സഹായിക്കുക. വേണ്ട, നല്ല ഒരു വർത്തമാനം അവനോട് പറയുക. എല്ലാം ജോൺ മോൻ മറന്നുപോയി. വഴിതെറ്റിയ കൂട്ടുകെട്ടാണ് അവനെ വഷളാക്കുന്നത്. നീചരും ദുഷ്ടരുമായുള്ളവരുടെ സഹവാസം ഏതൊരുത്തനെയും ആ വഴിയിലേക്ക് തന്നെ നടത്തും. എന്തു പറയാനാണ് അച്ചോ, കല്യാണപ്രായമായി നിൽക്കുന്ന പെണ്ണ. അതേലും അവനൊന്ന് ഓർക്കണ്ടേ. അവന്റെ അപ്പച്ചന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് അവനല്ലേ. നിന്റെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടാലീസേ? കുഴപ്പമില്ല അച്ചോ. ഓ, വലിയ മെച്ചമൊന്നുമില്ല അച്ചോ. വെറുതെ പിന്നെ വീട്ടിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു വിടുന്നതാ. ആ, അത് ശരിയാ. കഷ്ടപ്പെടുവാനുള്ള മനസ്സും അധ്വാനിക്കാൻ ശരീരവുമുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപ എപ്പോഴും ഉണ്ടാവും. അച്ഛൻ ജോൺ മോനെ ഒന്ന് ഉപദേശിക്കണം.
അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞാൽ അവൻ കേൾക്കും. അതിന് അവനെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ? കണ്ണിൽ പെട്ടാൽ അപ്പ കടന്നു കളയും. എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. വിഷമിക്കരുത്, എല്ലാം കർത്താവിനറിയാലോ. ഒക്കെ ശരിയാവും. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ അച്ചോ, ഇവക്ക് ജോലിക്ക് പോണം. അപ്പോൾ അങ്ങനെ ആകട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഭാസ്കരേട്ടാ, 10 മണിയാവല്ലേ, വേഗം നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം സ്ഥലത്തില്ല. സത്യം ഇന്നത്തെ ഈ വഴിയൊക്കെ അതേ ആന്റണി വരുന്നുണ്ടല്ലോ. രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ആഹാ, ആന്റണി ക്രിസ്മസ് തിങ്ങ് വന്നു. പശുക്കൂട്ടിലല്ലേ ആന്റണി ക്രിസ്തു ജനിച്ചത്? അല്ലേ ആന്റണി? അതെ അതെ. മിടുക്കനാവ് പറഞ്ഞിട്ട് എന്താ കാര്യം. അതെ അതെ. നക്ഷത്ര രാജകുമാരൻ. അമ്മേ, 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 അമ്മേ. ദാ വരുന്നു മോനെ. അമ്മേ, അമ്മേ, ചാറ്. ഇത് കൊള്ളാവല്ലോ മോനെ. ഇത് കുടി, ഇങ്ങോട്ട് വാ. കുടിച്ചോട്ടോ. മുഴുവൻ കുടിക്കണേ. കച്ച് തീർന്നു കേട്ടോ, പിന്നെ മേടിക്കാം. തിന്നോ തിന്നോ തിന്നോ, മുഴുവൻ തിന്നോട്ടോ. മുഴുവനും തിന്നോ. ചേച്ചി വന്നില്ലേ അമ്മേ? ഇല്ല. അതെന്നെ ഇത്ര താമസിക്കുന്നേ? എന്താണാവോ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ക്രിസ്മസ് കാലമല്ലേ, വണ്ടിയിലൊക്കെ നല്ല തിരക്കായിരിക്കും. ചേച്ചി വരുന്നു. ചേച്ചി, സ്റ്റാർ എങ്ങനെയുണ്ട്? നിന്റെ സെലക്ഷൻ അല്ലേ, കൊള്ളാം. എന്താ മോളെ ഇത്രയും വൈകിയത്? ഓ എന്റെ അമ്മേ, നമ്മുടെ കവല മുഴുവൻ പോലീസാ. അയ്യോ, എന്തു പറ്റി മോളെ? ആരുടെയോ പണമാണെങ്കിൽ ബാഗ് മോഷണം പോയി. അയ്യോ എന്റെ കർത്താവേ, ആരുടെയാ മോളെ? ഏതോ സൈമൺ മുതലാളി എന്നോ മറ്റോ പറയുന്നു കേട്ടു. അമ്മ മരുന്ന് കഴിച്ചോ? ഓ, ഞാനതങ്ങ് മറന്നു. മരുന്ന് കഴിച്ചു മടുത്തു. അമ്മ മരുന്ന് കഴിക്കണ്ട. എനിക്ക് നല്ല ആരോഗ്യ, പശുവിനെ കറക്കാനും തീറ്റ കൊടുക്കാനും ഒക്കെ. മരുന്ന് കഴിച്ചില്ല അമ്മയുടെ അസുഖം മാറും. അറിയാഞ്ഞിട്ടല്ല മോനെ,
മറന്നുപോയതാ. എൻ്റെ മോൻ്റെ ഈ ക്ഷീണിച്ച മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. പാവക്കുട്ടി എന്തൊരു കഷ്ടപ്പാടാ. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ല അല്ലേ ചേച്ചി? ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു കൂട്ടരെയും കൊണ്ട് വരട്ടെ എന്ന് നമ്മുടെ ചാക്കോച്ചൻ ഇന്നലെ ചോദിച്ചായിരുന്നു. വരട്ടെ, വന്ന് കാണട്ടെ. പറ്റുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം. എന്ത് കണ്ടിട്ടാ മോനെ, നമ്മൾ എന്ത് ചെയ്യാനാ? വടക്കേടുത്ത് പറമ്പ് വിൽക്കാം, നമുക്ക് ഈ വീട് പോരെ? നിങ്ങളെയൊക്കെ വിഷമിച്ചിട്ട് എനിക്കെന്തിനൊരു ജീവിതം? ഉള്ള കാലം നമുക്കിവിടെ ഒരുമിച്ച് കഴിയാം. കല്യാണം കഴിച്ചില്ലാന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. കാണാമെന്ന ചെറുക്കൻ സുന്ദരനാണെങ്കിൽ ചേച്ചി വാക്കു മാറ്റരുത്. ഒന്ന് പോടാ. പിടിച്ചോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കഞ്ഞി കുടിച്ചിട്ട് കിടക്കും മോനെ. എനിക്ക് വേണ്ട. ഈശോയെ, വാ മോനെ കിടക്കാം. അമ്മ കിടന്നോ, ഞാൻ പിന്നെ വരാം. ചേട്ടാ, അയ്യോ, നമുക്കിത് വേണ്ട, പോലീസ് പിടിക്കും. നീ പോ, എനിക്ക് വേണത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, ഇതുണ്ടെങ്കിൽ നമ്മുടെ ദുരിതമൊക്കെ മാറും. പിന്നെ നിനക്ക് നല്ല സൈക്കിൾ മേടിച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോ വാങ്ങണം. നമുക്കിത് വേണ്ട ചേട്ടാ. ചേട്ടൻ എന്ന് മുതൽ എങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ? സൈക്കിളും വേണ്ട, ഓട്ടോയും വേണ്ട, ഒന്നും വേണ്ട. എടാ, ഞാനിത് മോഷ്ടിച്ചതൊന്നുമല്ല, എനിക്ക് വഴി കിടന്ന് കിട്ടിയതാ. എനിക്കിത് അറിയാം ആരുടേതാണെന്ന്. നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിത് വേണം. ആരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ കൊന്ന് കുഴിച്ചുകൊണ്ട് വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. ഇവനൊന്നും ഉറക്കൂല്ലേ?
ഹലോ, എന്താടാ കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ലടാ, അന്വേഷണം നടന്നോണ്ടിരിക്കുക. നിന്റെ പപ്പ എന്തി? ഇവിടെ ഉണ്ടെന്നേ. പുള്ളി വലിയ ടെൻഷനില്ല. രൂപയോടൊപ്പം ഫ്ലൈറ്റ് ടിക്കറ്റും ബാഗിലുണ്ടായിരുന്നേ. ആഹാ, എടാ ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ വരൂ, ഇരിക്കൂ. എന്തായി? വല്ല തുമ്പം കിട്ടിയോ? ഇല്ല, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അവനെ പിടിക്കും. ചിലരൊക്കെ എൻ്റെ ലിസ്റ്റിലുണ്ട്. രൂപ മാത്രമല്ല, പ്രധാനപ്പെട്ട ചില രേഖകളും ആ ബാഗിലുണ്ട്. സോറി. ഓ, ഇറ്റ്സ് ഓക്കെ. സാറേ, എന്താ? സൈമൺ സാറിന്റെ വീടല്ലേ? അതെ. സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? എന്താ? ഒരു കാര്യം പറയാനാ. സാർ ഉണർന്ന് കാണത്തില്ല. ഒന്ന് ഉണർത്താവോ? ചേടാ, നീ കൊള്ളാമല്ലോടാ വച്ചനെ. ആരാവൻ? മുതലാളി കാണാൻ വന്നതാ. എന്തോ സഹായത്തിനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ബംഗാളിയാണോടാ? അല്ല, ആന്റണിയാ. നിപ്പണ്ട പാവാ, പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് സാറിനെ നീ അങ്ങോട്ട് കാണണം. പോയിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പൊ സാറിനെ കാണാൻ പറ്റും. നടക്കത്തില്ല. സാറേ, ആരാ ഇത്? വയ്യാത്തൊരു ചെറുക്കനാ സാറേ. കേറ്റി വിട്. പോ. എന്താ? ഇത് ചേട്ടന് കിട്ടിയതാ. ഓ മൈ ഗോഡ്. സൂസി, ഓ, ബാഗ് കിട്ടി. മോനിത് എവിടുന്ന് കിട്ടി? ചേട്ടന് വഴി കിടന്ന് കിട്ടിയതാ. ഇതിവിടെ തരാമെന്നതാ. എന്താ മോന്റെ പേര്? ആന്റണി. ഓ, വെരി ഗുഡ്. ചേട്ടന്റെയോ? ജോൺ. ഓ, നേര് പറയടാ, നീ ഇത് കട്ടതല്ലേ? പോലീസ് പിടിക്കുമെന്നായപ്പോ തന്നേക്കാമെന്ന് വിചാരിച്ചു അല്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. അല്ല മോനെ, ഓട്ടത്തിനിടയ്ക്ക് ബാഗിലെ ഡോറ് തുറന്നു പോയതാ. അടച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. ബാഗ് പുറകിലുള്ള വിവരം ഞാൻ ഓർത്തില്ല. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഞാനത് നോക്കിയേനെ. വാ മോനെ. കുഞ്ഞിനെ ഇതുവരെ കാണുന്നില്ലോ മോളെ. ഒരു സമാധാനവുമില്ല. അവൻ ഇത്രയും താമസിക്കാറില്ലല്ലോ. അവൻ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. പാലുമായിട്ട് ഇന്ന് നേരത്തെയാണല്ലോ അവൻ പോയത്. ജോൺസൺ വരുന്നുണ്ട്. അവനെ കാണിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലട്ടെ. ഓ, ഇവിടെ ഇരിപ്പുണ്ടോ? മോനെ, നീ ആന്റണി എങ്ങാനും അവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഞാനും ഒരു അന്വേഷിച്ചെടുക്കുക. അവനെവിടാ? എന്താടാ, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ അവനെ അന്വേഷിച്ച് നടക്കുന്നത്? അതവനറിയാം. അതാ അവൻ മുങ്ങി കിടക്കുന്നത്. വീട്ടിലെ ഞാൻ. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവനൊരു പാവം കുട്ടിയല്ലേ. നമുക്ക് വേണ്ടിയല്ലേ അവൻ ഈ പാടുപെടുന്നേ. ആഹാ, അത് ശരി. എനിക്ക് നിങ്ങളെ പറ്റി വിചാരമില്ല. അവന് മാത്രമുള്ള കുടുംബത്തെ പറ്റി വിചാരം. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. എന്നാ ഞാനൊരു സത്യം പറയാം. ഇന്നലെ കനാലിന്റെ കരയിൽ നിന്നൊരു ബാഗ് കിട്ടി. അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പണം. രാത്രി ബാഗിനകത്ത് പണെടുക്കുന്നത് അവൻ കണ്ടു. ഞാൻ അവനോടെല്ലാം പറഞ്ഞു, നമ്മളിത് കട്ടോ മുടിച്ചൊന്നല്ലെന്ന്. കർത്താവായിട്ട് തന്നാ നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട്. ഉടനെ അവൻ്റെ ഒരു ഉപദേശവും പള്ളിയിലച്ഛൻ തോറ്റു പോകും. എന്റെ ജോണെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ കുഞ്ഞിനെ പലരും പിടിച്ചോണ്ട് പോയോ? അവനെ ആരും കൊണ്ടുപോകത്തില്ല. അവനെ എനിക്ക് വേണം. എന്താ അമ്മച്ചി ഈ ഇച്ഛാൻ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും അറിയത്തില്ല എന്റെ കർത്താവേ. ആ,
ആ ഇതാ എന്റെ ആ, വീട്. കൊള്ളാലോ. ആഹാ. ആ. ആ, ആ. അമ്മേ ഇങ്ങ് വന്നേ. ഇതാരൊക്കെ വന്നേക്കണം നോക്ക്. അമ്മച്ചി. മോനെ നമസ്കാരം. നമസ്കാരം. ഇതാണ് ആന്റണിയുടെ അമ്മയല്ലേ? അതെ. ചേട്ടത്തി, ഇവനൊരു ദൈവദൂതനാണ്. നന്മയും സ്നേഹവും മാത്രമുള്ളൊരു ദൈവദൂതൻ. എന്താ സാറേ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആ പറയാം. ഞാൻ സൈമൺ, ഇതെന്റെ ഭാര്യ സൂസി. വരൂ സാറേ, ഉള്ള ആയിക്കോട്ടെ. സൗകര്യത്തിലിരിക്കാം. ഇരിക്ക് ഇരിക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആന്റണി പറഞ്ഞറിഞ്ഞു. സത്യത്തിലെല്ലാം ഒരു നിയോഗമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാഗ് കളഞ്ഞു പോകാനും അതിവിടെ കിട്ടാനും ഒക്കെ വഴിയിൽ കിട്ടുന്ന ധനവും വലയിൽപ്പെടുന്ന മത്സ്യവും ഒരിക്കലും രക്ഷപ്പെടില്ല. സാറേ ഞങ്ങള് പാവങ്ങളാ. ആരെയും പറ്റിക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും അറിയില്ല. ആലീസ് അല്ലേ? അതെ. എന്തിയെ ജോൺ ഇവിടെ ഇല്ലേ? അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അവനൊരു സാധുവാ സാറേ. അവൻ എമ്മയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഇവരുടെ അച്ഛൻ മരിക്കുന്നത്. ചികിത്സയ്ക്കായി ചിലവാക്കിയ രൂപ അത്രയും കടമാ. പഠിക്കാൻ മിടുക്കനായിരുന്നു ജോൺ മോൻ. നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അവനും മടുത്തു. ചേട്ടനും അപ്പച്ചനും കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഓ, അപ്പോൾ ജോണിനൊരു ജോലി. ആ, അതാണ് പ്രശ്നമല്ലേ? അപ്പോൾ സാറ് ചേട്ടന് ജോലി കൊടുക്കുമോ? തീർച്ചയായും നല്ലൊരു ജോലി കൊടുക്കും. കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാം സാറേ. അത് മറ്റൊരിക്കലാകട്ടെ. ചെന്നിട്ട് ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. ആ, ചേട്ടത്തി, ഇത് കർത്താവ് കൂട്ടിച്ചേർത്ത ബന്ധമാണ്. ഇതിൽ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. ഇനി മുതൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ടാവും. വീട്ടിലേക്ക് വരണം. എല്ലാവർക്കും സ്വന്തം വീട് പോലെ വരാം, സഹകരിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും പറയാം. ഇതാ, ജോണിനോട് എന്നെ നാളെ തന്നെ വന്ന് കാണാൻ ഓ, പറയാം. ശരി. ശരി. കാറ് കിടക്കുന്നിടത്ത് വരെ ഞാനും വരാം. ചേട്ടാ